ആവശ്യത്തിനനുസരിച്ചും ചേർക്കാം. ഞാൻ വെച്ച് പോർക്ക് ഗ്രിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലെക്സ്, പിന്നെ റോസ്മേരി, പിന്നെ ഒർഗാനോ ഉണ്ടെങ്കിൽ ഒർഗാനോ കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒലീവ് ഓയിലാണ്. അപ്പം ഒലീവ് ഓയിലായിരിക്കും. എനിക്ക് തോന്നുന്നു കോക്കനട്ട് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പം എന്തെങ്കിലും ഫ്ലേവേർഡ് ഓയിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. അപ്പം അതുകൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കഴുകി എടുത്തിരിക്കുന്ന പോർക്ക് ചോപ്സിൻ്റെ 4 പോർക്ക് ചോപ്സാണ് ഇവിടെ ഉള്ളത്. അതിലേക്ക് ഇങ്ങനെ ഓരോന്നിലോട്ട് നമുക്ക് മസാല തേച്ച് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് ഇളക്കി എടുക്കരുത്. അപ്പം ഇതിൻ്റെ നെയ്യിൻ്റെ പോർഷൻ അതിനകത്തുനിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഓരോന്നെടുത്ത് ഇങ്ങനെ മറിച്ചിട്ട് 4 സൈഡും ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നെടുത്ത് തേച്ച് കൊടുക്കാം മസാല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ പീസിലും നല്ലപോലെ മസാല പുരട്ടിയതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടെ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടറ്റോസ്, ക്യാരറ്റ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന പാനിലോട്ട് ഫോയിൽ പേപ്പർ വെച്ച് അതും റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ എല്ലാ പീസുകളും നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പാനിലേക്ക് അടുക്കി വയ്ക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആ സെയിം പാനിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വേണ്ടവർക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയൊക്കെ ആവശ്യത്തിനനുസരിച്ചും ചേർക്കാം. ഞാനിവിടെ ഉപ്പ് മാത്രം ലേശം ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതിനകത്ത് ഉണ്ടായിരുന്ന ബാക്കിയുള്ള മസാലയാണ് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിയത്തെ പാനിലോട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പോർക്ക് ചോപ്സ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഗാർലിക് ബ്രെഡ് കൂടി ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിവിടെ ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ച ഗാർലിക് ബ്രെഡാണ്. ഭയങ്കര ടേസ്റ്റി ആൻഡ് എമ്മിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.